അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. അമ്മേ. വളരെ ശ്രദ്ധയോടെ ലളിതാനാമസാഹസ്രത്തെ മനസ്സിലാക്കാൻ പുറപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും സവിനയം നമസ്കാരം. ശ്രീമത്തായിരിക്കുന്ന അതീവ രഹസ്യമായിരിക്കുന്ന ലളിതാ സഹസ്രനാമം ഗുരുവരന്മാരിൽ നിന്നാണ് നാം അഭ്യസിക്കേണ്ടത്. അവരുടെ നിർദ്ദേശമനുസരിച്ചിട്ട് വേണം അത് പഠിക്കാൻ, ചൊല്ലാൻ. ഇന്ന് നാം ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിൽ എപ്രകാരത്തിലാണോ ഇത് പറഞ്ഞു തരാൻ സാധിക്കുക ആ നിലയിൽ പറഞ്ഞു തരാം. എങ്കിലും സ്വന്തം സമ്പ്രദായങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും ഗുരുനാഥന്മാർ എന്താണോ നിർദ്ദേശിക്കുന്നത് ആ വിധത്തിൽ വേണം ഈ ലളിതാ സഹസ്രനാമത്തെ പാരായണം ചെയ്യാനും പഠിക്കാനും അതിനെ തുടർന്നുള്ള അതിൻ്റെ പ്രയോഗങ്ങൾ ചെയ്യാനും. ഈ ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡപുരാണ അന്തർഗതമായിരിക്കുന്ന ലളിതോപാഖ്യാനത്തിൽ ഹയഗ്രീവാഗസ്ത്യ സംവാദ രൂപത്തിൽ പറയപ്പെടുന്നു എന്ന് നാം പറയാറുണ്ട്. എങ്കിലും ഹയഗ്രീവാഗസ്ത്യ സംവാദത്തിൽ മഹാഭാരതത്തിൽ വിഷ്ണു സഹസ്രനാമം കാണുന്നത് പോലെ ഇന്ന് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി എന്നിങ്ങനെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് ദൃശ്യമാകില്ല. വശിന്യാദി വാഗ്ദേവതകളാൽ കാണപ്പെട്ട മന്ത്രദ്രഷ്ടാക്കളായിരിക്കുന്ന ആ വാഗ്ദേവതകളാൽ കാണപ്പെട്ട പ്രധാനമായി 8 വാഗ്ദേവതകൾ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവരാൽ കാണപ്പെട്ടതായ ആ മന്ത്രങ്ങളാണ് ഈ സ്തോത്രമായിട്ട്, ലളിതാ സഹസ്രനാമമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വശിനി, മോദിനി, ജയിനി, കൗളിനി, അരുണ, വിമല, കാമേശ്വരി, സർവേശ്വരി എന്നിങ്ങനെ 8 പേരാണ് വാഗ്ദേവതകൾ. അവർ ദേവിയുടെ തന്നെ നിർദ്ദേശമനുസരിച്ച് ലോകർക്ക് ദേവിയെ സ്തുതിക്കാൻ പാകത്തിൽ ഒരു സ്തോത്രം ദേവിക്ക് മുമ്പിൽ തന്നെ സമർപ്പിച്ചതാണ് ഈ ലളിതാ സഹസ്രനാമം. അപ്പോൾ ഈ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് അതിനടിസ്ഥാനപരമായി ഒരു ഉപാസകനായിരിക്കണം. ഒരു ഗുരുവിൽ നിന്ന് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ ഉള്ള ഉപദേശം സ്വീകരിക്കണം എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ നിയമങ്ങൾ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നാം ഒരു കാര്യം മാത്രം വിചാരിക്കുക, ഇതൊരേ സമയം സ്തോത്രമാണ് എങ്കിലും മന്ത്രവും കൂടിയാണ് എന്നതിനാൽ ഒരു ഉപദേശം ഇപ്പോൾ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ലാത്തവർ ഇനി എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുമ്പോൾ ഉപദേശം സ്വീകരിക്കുക. ഒരു ഗുരുവിൽ നിന്ന് അതിനുള്ള അവസരം ദേവി തന്നെ ഒരുക്കി തരും. നമ്മൾ ഗുരുവെ അങ്ങോട്ട് അന്വേഷിച്ച് പോണ്ട എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഗുരു താനേ വരും എന്നാണ് പറയാറുള്ളത്. ഏതായാലും അപ്പം അത്തരത്തിൽ ഒരു ഉപദേശം നിമിത്തമായിട്ടായിരിക്കും ഈ ഒരു മാർഗത്തിലേക്ക് വരിക. തീർച്ചയായിട്ടും ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവർ ആ ഗുരു നിർദ്ദേശിക്കുന്ന അതേ മാർഗത്തിലാണ് സഞ്ചരിക്കേണ്ടത്. ഇതിനു മുമ്പേ അക്കാര്യം നാം ഇവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരുടെയും ഗുരു നിർദ്ദേശിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. എങ്കിലും ഇതൊരു പൊതു വേദിയായതുകൊണ്ട് പൊതുവായി എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന ഒരു
സാമാന്യമായ പാഠനിയമാവലി ഞാനിവിടെ ഒന്ന് പറയാൻ ശ്രമിക്കാം. ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പ്രാതഃകാലത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. സന്ധ്യാസമയങ്ങളിൽ ഒക്കെ ആവാം, എങ്കിലും പ്രാതഃകാലത്ത്, ഇല്ലെങ്കിൽ ഓരോ സമയത്ത് ചൊല്ലുന്നതിന് ഓരോ തരത്തിലുള്ള ഫലങ്ങളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഒരു ശരീരം വളരെ ശുദ്ധമാക്കി കുറച്ചു നേരം ഇരുന്ന് മനസ്സ് ധ്യാനനിരതമാക്കിയിട്ട് ശരീരവും മനസ്സും ശുദ്ധമാക്കിയിട്ട് വേണം ഏത് സ്തോത്രവും ജപിക്കാൻ. വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കുന്നത് ഉത്തമം. അതുപോലെ വിളക്ക് കൊളുത്തി വയ്ക്കുക. ദേവിയുടെ ഒരു വിഗ്രഹമോ അതല്ലെങ്കിൽ ചക്രരാജയന്ത്രമോ അതല്ലെങ്കിൽ ശ്രീചക്രം തന്നെയോ മേരുവോ അങ്ങനെ ദേവിയെ ആരാധിക്കാൻ പാകത്തിലുള്ള ഒരു ബിംബം അവിടെ കൽപ്പിക്കുക. അതിനു മുമ്പിൽ വിളക്ക് കൊളുത്തി വയ്ക്കുക. പുഷ്പങ്ങൾ തയ്യാറാക്കി വെച്ച് അതുകൊണ്ട് അർച്ചന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ആ ബിംബത്തിലേക്ക് അഥവാ ചക്രത്തിലേക്ക് അഥവാ മേരുവിലേക്ക് അർച്ചന ചെയ്യുക. നാമം ഓരോ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും പുഷ്പമെടുത്ത് അർച്ചിക്കുക. അതല്ലെങ്കിൽ കുങ്കുമം കൊണ്ട് അർച്ചിക്കാം. ഇങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങളും ഉണ്ട്. കൂടാതെ ഈ നമ്മളിപ്പോൾ പലരും ഇവിടെ സംശയങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ പലരും ചോദിച്ചത് ഈ ജോലിക്ക് പോകുന്ന തിരക്ക്, അപ്പോൾ ഇതൊക്കെ കാരണം വിശേഷ ദിവസങ്ങളിലേ സഹസ്രനാമം ചൊല്ലാറുള്ളൂ, അഥവാ എന്നും ചൊല്ലാൻ സാധിക്കണില്ല. അങ്ങനെയുള്ള ആളുകൾ ഇത് ചൊല്ലുന്ന സമയത്ത് ദേവിയുടെ ആ ഒരു ചിത്രം വച്ച് അതിൽ പൂക്കളും അതുപോലെ കുങ്കുമവും ഒക്കെ കൊണ്ട് അലങ്കരിച്ച് വിളക്ക് കൊളുത്തി വെച്ച് അത് നെയ്വിളക്ക് തന്നെ 5 തിരിയൊക്കെ ഇട്ട് ഭദ്രദീപമായി കൊളുത്തി വെച്ച് ചൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ സമയം കിട്ടണില്ല എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ ചടങ്ങുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവയൊക്കെ കൃത്യമായി ചെയ്യാൻ സാധിക്കാത്ത ഒരു സമയം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഈ സ്തോത്രം ജപിക്കുന്നത് തന്നെ വേണ്ടാന്ന് വയ്ക്കും. ഇന്നിപ്പോൾ 8 മണിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, അതുകൊണ്ട് വിളക്ക് വയ്ക്കണം, 5 തിരി ഉണ്ടാക്കി നെയ്യൊഴിച്ച് വിളക്ക് വെച്ച് ഒക്കെ ഭംഗിയായിട്ട് അലങ്കരിച്ച് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചടങ്ങുകളായിട്ട് സ്തോത്രം ചെല്ലുന്നതിന് മുമ്പേ ചെയ്യാൻ പുറപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നിത്യവും അനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ ചടങ്ങുകളുടെ ബാഹുല്യത്തിലേക്ക് കടക്കാതെ ഈ നാമസാഹസ്രത്തിലുള്ള ദേവിയുടെ നാമം പോലെ തന്നെ ഏറ്റവും ലളിതമായ രീതിയിൽ ലളിതാ സഹസ്രനാമ പാരായണത്തെ സമീപിക്കുക. ഇത് ഒരു പാരായണം എന്ന് പറഞ്ഞാൽ നിത്യപാരായണം ചെയ്ത് ഒരാസ്വദിക്കുക എന്നതിലുപരി ഒരു സാധനയാണ്, ഒരു മന്ത്രവും കൂടിയാണ് ചൊല്ലുന്നത് എന്ന ഒരു ബോധ്യം ഉണ്ടാവുക. പരമമായ പ്രേമത്തോടു കൂടിയിട്ട് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുക, ഇതാണ് അടിസ്ഥാനം. അപ്പോൾ ഒരു പക്ഷേ ദേവിയുടെ ഈ നാമങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഭക്തി കൊണ്ടാണ് ദേവി പ്രിയം തരുന്നത് അല്ലെങ്കിൽ പ്രിയത്തെ ചെയ്യുന്നത്. അപ്പോൾ ഭക്തി ഉണ്ടാവുക, ഒരു കളങ്കമില്ലാത്തതായ അടുപ്പം ദേവിയോടുണ്ടാവുക എന്നതെപ്പോഴും ശ്രദ്ധിക്കുക. അതിന് പ്രാധാന്യം കൊടുക്കുക. കൂടുതൽ ചടങ്ങുകളിലേക്ക് പോകാതെ എളുതായ ചിട്ടകൾ നിർവഹിക്കുക. മനസ്സും ശരീരവും ശുദ്ധമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. എവിടെ ഇരുന്നിട്ടാണോ നിങ്ങൾ ചൊല്ലുന്നത് ആ ഭാഗം വളരെ വൃത്തിയായി, പൂജാമുറിയാണെങ്കിൽ അവിടെ അത് വൃത്തിയായി വച്ച് ദേവിയുടെ ഒരു ഫോട്ടോ ഒക്കെ വയ്ക്കാൻ പറ്റിച്ചാൽ നന്നായി. വിളക്കൊക്കെ കൊളുത്തി വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിന് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ധൃതി പിടിച്ച്
എവിടേക്കെങ്കിലും പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് വന്നാൽ സഹസ്രനാമം ചൊല്ലുന്നതേ വേണ്ടാന്ന് വയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവാൻ ഇടവരുത്തരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ഇതൊന്നും വേണ്ട എന്നല്ല, ഇതൊക്കെ ആവാം, നല്ലതാണ്. നമുക്കങ്ങനെയാണല്ലോ, നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടല്ലേ പറഞ്ഞയക്കുള്ളൂ. അപ്പോൾ അതുപോലെ ദേവിയെയും അലങ്കരിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ നമുക്ക് താല്പര്യമുണ്ടായിരിക്കും. പക്ഷെ അത് മുഴുവൻ ചെയ്യാൻ ഉള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. ധൃതി പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറപ്പെടണം എന്നുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് സഹസ്രനാമേ ചൊല്ലണ്ട എന്ന് വിചാരിച്ചു പോകരുത് എന്നർത്ഥം. അപ്പോൾ ഇനി ചിലർ ചോദിച്ചിരുന്നത് എങ്ങനെയൊക്കെയാണ്, അതായത് ഈ സഹസ്രനാമം ചൊല്ലിത്തുടങ്ങുന്നത് എങ്ങനെയാണ്. ആദ്യം ഓംകാരം ചൊല്ലുക. ഒരു ഭാഗത്ത് ചമ്മണം പറഞ്ഞിരുന്ന് സമാധാനമായിട്ടിരുന്ന്, പരിഭ്രമമൊന്നുമില്ലാതെ സമാധാനമായിട്ടിരുന്ന് ഓംകാരം, ആ ഓംകാരം ചൊല്ലിയതിന് ശേഷം പിന്നെ ദേവിയുടെ ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലുക. ഇപ്പോൾ ഇവിടെ ഈ ന്യാസം തുടങ്ങിയതായിട്ടുള്ള സംഗതികളൊക്കെ അത് ശൈവ സമ്പ്രദായത്തിലും ശാക്തേയ സമ്പ്രദായത്തിലും ഉള്ള ഉപാസകർക്ക് വ്യത്യസ്തമാണ്. അപ്പോൾ ന്യാസം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ഗുരുനാഥൻ നിർദ്ദേശിക്കുന്നത് പോലെ ആണ് ചെയ്യേണ്ടത്. അതിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഋഷി ദേവത ഛന്ദസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ചൊല്ലേണ്ടതാണ്. അപ്പോൾ ആദ്യം ഓംകാരം ചൊല്ലിയതിന് ശേഷം പിന്നെ ഋഷിർ ഗുരുത്വാ ശിരസി ധ്യേയത്വാ ദേവതാ ഹൃദി ഛന്ദോക്ഷരത്വാ ജിഹ്വായാം ന്യസ്തവ്യം മന്ത്രവിത്തമൈഹി എന്നൊരു നിർദ്ദേശം. ഇതനുസരിച്ച് ഋഷി ഗുരുത്വം ഉള്ളതുകൊണ്ട് ആ ഗുരുവെ എപ്പോഴും ശിരസ്സിലാണ് ആ ഗുരുവിനുള്ള സ്ഥാനം കൽപ്പിക്കുന്നത്. ഏറ്റവും മഹത്വമേറിയത്, ഏറ്റവും വലിപ്പമേറിയത്, ഏറ്റവും ഭാരം ഏറിയത് എന്ന നിലയിൽ ആ ഗുരുവെ നാം ശിരസ്സിലാണ് എപ്പോഴും ധരിക്കേണ്ടത്. അപ്പോൾ കൈകൾ കൊണ്ട് ആ ശിരസ്സിൽ രണ്ട് വിരലുകൾ കൊണ്ട് ശിരസ്സിൽ തൊട്ടുകൊണ്ടാണ് ഋഷിയെ ഇവിടെ ആദ്യം വിചാരിക്കേണ്ടത്. വശിന്യാദി വാഗ്ദേവതകളാണ് ഋഷികൾ. വശിന്യാദി വാഗ്ദേവതാ ഋഷയ എന്ന് ഈ ശിരസ്സിൽ ന്യസിക്കുകയും, അതുപോലെ അനുഷ്ടുപ്പാണ് ഇവിടെയുള്ള ഛന്ദസ്. അപ്പോൾ ആ അനുഷ്ടുപ്പ് ഛന്ദ എന്ന ഛന്ദസ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ ജിഹ്വായാം എന്നാണ് പറയുന്നത്. എന്നാലും സാധാരണ ഉത്തരോഷ്ഠത്തിലാണ് സ്പരിശിക്കാറുള്ളൂ. ജിഹ്വയിൽ സ്പരിശിക്കുന്ന ഒരു പതിവ് ഇല്ല. ഇനി അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഗുരുനാഥന്മാർ നിർദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. ഇവിടെ ജിഹ്വായാം എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ ആ ജിഹ്വയെ ഉദ്ദേശിച്ചുകൊണ്ട് ഉത്തര ഓഷ്ഠത്തിൽ സ്പരിശിക്കുകയും, പിന്നെ ദേവത ലളിതാപരമേശ്വരിയാക്കുന്ന ദേവതയെ ചിലർ ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമഃ എന്ന് മഹാത്രിപുരസുന്ദരി ദേവത എന്നും പറയുന്ന പതിവുണ്ട്. അപ്പോൾ അതൊക്കെ ഇതാണ് ഈ ഗുരുവിൻ്റെ വഴിയിൽ തന്നെ വരണം എന്ന് പറയാൻ കാരണം. അതൊക്കെ ഇങ്ങനെയുള്ള ഭേദങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഗുരു നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടാണ്. എങ്കിലും സ്വതവേ ലളിതാപരമേശ്വരി ദേവത എന്നാണ് ദേവതയെ ധ്യാനിക്കാറുള്ളത്. അപ്പോൾ ഹൃദയത്തിലും ആ ദേവതയെയും സങ്കല്പിക്കുക. ഇനി ഈ ഹൃദയത്തിലിരിക്കുന്ന ദേവതയെ ധ്യാനിക്കലാണ് അടുത്ത ഘട്ടം. ഏറ്റവും പ്രശസ്തമായിട്ട് ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതിന് മുമ്പ് ചൊല്ലി വരാറുള്ള ഒരു ധ്യാന ശ്ലോകമാണ് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം എന്നിങ്ങനെ തുടങ്ങുന്ന ധ്യാന ശ്ലോകം. അപ്പോൾ ആ ധ്യാന ശ്ലോകം നമുക്കിന്ന് ഒന്ന് ചൊല്ലാം.